മരണത്തിന്റെ വിത്ത് വിതച്ചു പറന്നെത്തിയ ബോംബർ വിമാനങ്ങളെയും മിസൈലുകളെയും തോൽപ്പിച്ച ചരിത്രമാണ് ഇറാന്റേത്. ശത്രുക്കളുടെ പോർവിളികൾക്ക് നടുവിലും അവർ ഒരിക്കൽ കൂടി ഒത്തുകൂടി തെഹ്റാനിലെ വിപ്ലവ ചത്വരത്തിൽ. പക്ഷേ ഇത്തവണ യുദ്ധം ചെയ്യാനല്ല കേട്ടോ, അത് തങ്ങളുടെ പ്രിയപ്പെട്ട കാൽപന്ത് സംഘത്തിന് യാത്രയയപ്പ് നൽകാനായിരുന്നു. അത് ശത്രുവിന്റെ മണ്ണിലേക്ക് സ്വന്തം നാടിന്റെ പോരാട്ട വീഡിയോമായി അവർ ഇറങ്ങുകയാണ്. അതേ, ഫിഫ ലോകകപ്പിനായി ഇറാന്റെ പോരാളികൾ യാത്ര തിരിക്കുന്നു. തുടരുന്ന യുദ്ധത്തിന്റെ കടുത്ത പിരിമുറുക്കങ്ങൾക്കിടയിലാണ് ഈ യാത്ര. അമേരിക്കൻ മണ്ണിൽ നടക്കുന്ന ലോകകപ്പിൽ കളിക്കാനില്ലെന്ന് ഒരു ഘട്ടത്തിൽ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇറാന് തങ്ങളുടെ മണ്ണിൽ സുരക്ഷയൊരുക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയതോടെ കളിമുറ്റവും യുദ്ധക്കളമായി മാറുന്ന അവസ്ഥയിലെത്തി. എന്നാൽ ഫിഫയുടെ ശക്തമായ ഇടപെടൽ ഇരുപക്ഷത്തെയും മഞ്ഞുരുക്കി. അങ്ങനെ പ്രതിസന്ധികളെല്ലാം മറികടന്ന് അമേരിക്കയുടെ മണ്ണിൽ തന്നെ ഇറാൻ പന്തു തട്ടാൻ ഒടുവിൽ വഴിയൊരുങ്ങി. ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെഹ്റാനിലെ ഇൻകുലാബ് സ്ക്വയർ സാക്ഷിയാക്കി പതിനായിരങ്ങളാണ് തങ്ങളുടെ ടീമിനെ പ്രകീർത്തിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. യാത്രയയപ്പ് ചടങ്ങിൽ ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി മെഹദി താജ് പറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു. ഈ ടീം വെറുമൊരു ഫുട്ബോൾ സംഘമല്ല, രാജ്യത്തെ ജനങ്ങളുടെയും യുദ്ധത്തിൽ പൊരുതുന്ന സൈനികരുടെയും പരമോന്നത നേതാവിന്റെയും പ്രതിനിധികളാണ്. കഴിഞ്ഞ ദിവസത്തെ ചടങ്ങിൽ ഇറാന്റെ ലോകകപ്പ് കിറ്റും പുറത്തിറക്കിയിരുന്നു. തെഹ്റാനിൽ നിന്നും നിലവിൽ തുർക്കിയിലേക്കാണ് ടീം പറന്നിരിക്കുന്നത്. അവിടെ പരിശീലന ക്യാമ്പ് പൂർത്തിയാക്കിയ ശേഷം ജൂൺ 2-ാം വാരത്തോടെ അവർ അമേരിക്കയിലേക്ക് തിരിക്കും. അതിനു മുൻപ് മെയ് 29-ന് അന്താലയിൽ വെച്ച് ഗാംബിയക്കെതിരെ ഇറാൻ ഒരു സൗഹൃദ മത്സരവുമുണ്ട്. ലോകകപ്പിന്റെ മത്സരക്രമം നോക്കിയാൽ ഗ്രൂപ്പ് ജിയിലാണ് കേട്ടോ ഇറാൻ മത്സരിക്കുന്നത്. ജൂൺ 15-ന് ന്യൂസിലാൻഡിനെതിരെയാണ് ആദ്യ മത്സരം. ജൂൺ 21-ന് ശക്തരായ ബെൽജിയത്തെ നേരിടും. ജൂൺ 26-ന് ഈജിപ്താണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന എതിരാളി. പ്രതിസന്ധികളോട് പൊരുതി ജയിച്ച ഇറാന്റെ ഈ കാൽപന്ത് സംഘത്തിന് ഫുട്ബോൾ ലോകത്തിന്റെ എല്ലാ വിജയാശംസകളും. നമുക്ക് കാത്തിരിക്കാം അമേരിക്കൻ മണ്ണിലെ ഇറാന്റെ പോരാട്ടങ്ങൾക്കായി.